ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആരും പറയാത്ത കാര്യങ്ങളെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആരും പറയാത്തതാണ്, ആരും പറയുന്നില്ല. എല്ലാവരും കുടുംബങ്ങളുടെ മഹാത്മ്യമാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും കുടുംബങ്ങളായിട്ട് ജീവിക്കണം, കുടുംബങ്ങളാണ് എല്ലാ കാര്യവും, കുടുംബങ്ങളിലൂടെയാണ് എന്നൊക്കെ പറയും. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുന്നത്. അപ്പോൾ കുടുംബവസ്ഥക്ക് ഒത്തിരി ദോഷങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാനും എൻ്റെ ഫ്രണ്ടായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ അടുത്ത പ്രശ്നം പറഞ്ഞു. കുടുംബ വ്യവസ്ഥയുടെ മറ്റൊരു ദോഷമാണ് കുട്ടികളുടെ അരക്ഷിതാവസ്ഥ. അതായത് കുടുംബ വ്യവസ്ഥയുടെ ഒരു ദോഷമാണ് ഈ കുട്ടികളുടെ അരക്ഷിതാവസ്ഥ. അതായത് ഒരു മദ്യപാനിയുടെ ഒരു കുടുംബം, മദ്യപാനി എന്നാൽ അയാൾ മദ്യം കഴിച്ച് കള്ളും കുടിച്ച് വന്നിട്ട് ഭാര്യയെ തല്ലുന്നു, ചിലപ്പോൾ കുട്ടികളെ എടുത്ത് തല്ലുന്നു, വീട്ടിലെ സാധനങ്ങളൊക്കെ ഇടുന്നു, പൊട്ടിക്കുന്നു. ആ കുട്ടികൾ എന്തൊരു കഷ്ടപ്പാടാണ്. അവർ ചിലപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമായിരിക്കും ഇയാൾ എറിഞ്ഞ് കളയുന്നത്. ആ കുട്ടികളുടെ അരക്ഷിതാവസ്ഥയാണ്. അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ വലിയ നല്ല വീട്ടിലെ പിള്ളേർക്ക് അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഇങ്ങനെയുള്ള അരക്ഷിതാവസ്ഥയുള്ള കുട്ടികൾ അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. വീട്ടിൽ ദിവസം വന്ന് അച്ഛൻ കള്ളും കുടിച്ചു വന്ന് മക്കളെ തല്ലുന്നു, അല്ലെങ്കിൽ ഭാര്യയെ തല്ലുന്നു. ആ കുടുംബം അവരൊന്നും ആ കുടുംബങ്ങൾ ആ മക്കളൊന്നും ഒരിക്കലും പഠിക്കാനും പറ്റില്ല. കാരണം അവർക്ക് ഈ എല്ലാ നേരവും സങ്കടമുള്ളൂ ഈ അച്ഛനെ. അതുപോലെ വേറെ അതിനെക്കാട്ടും ഏറ്റവും വലിയ അപകടം എന്താ? അപ്പം ഈ കുടുംബ വ്യവസ്ഥയുടെ ദോഷമാണിത്. അപ്പം ഈ മദ്യപാനിക്ക് ഈ കുടുംബത്തിൽ മദ്യപാനി ഈ കുടുംബത്തിലെ അച്ഛനായിപ്പോയി. അയാളെ കളയാൻ പറ്റില്ല. കുടുംബത്തിലെ അച്ഛൻ എന്നുള്ള പേരാണ്. അല്ലെങ്കിൽ അവനെ അടിച്ചു ഓടിക്കാം. ഈ കുടുംബം എന്നുള്ള ഭാര്യാഭർത്ത ബന്ധമൊന്നുമില്ലേ, അവനെ അടിച്ചു ഓടിക്കാം. ഇവിടെ പറ്റില്ല. അവള് വേറെ കാര്യം, ഇപ്പം കൂട്ടാത്മഹത്യകൾ വരുന്നു. കൂട്ടാത്മഹത്യ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് മരിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവർക്കറിയില്ല. അവർക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രശ്നങ്ങളും ദുഃഖങ്ങളൊന്നും അവർക്കറിയാം. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ വർണ്ണങ്ങളും എല്ലാം നിറഞ്ഞാണ് അവരുടെ ലോകം. അവർക്ക് ദുഃഖങ്ങളൊന്നും അറിയില്ല. അവൻ്റെ കുട്ടികളുടെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വിഷമവും സങ്കടമൊന്നും അവർക്കറിയില്ല. അപ്പം കൂട്ടാത്മഹത്യ ചെയ്യുമ്പോൾ ഈ കുട്ടികളും കൂടി കുട്ടികൾ തീരുമാനിച്ചിട്ടാണ് മരിക്കുന്നത്. കുട്ടികളെ അവർ കൊല്ലുകയാണ്. കൂട്ടാത്മഹത്യ ചെയ്യുമ്പോൾ കുട്ടികളെ അച്ഛനും അമ്മയും കൂടി, അല്ല അച്ഛനോ ആരെങ്കിലും വിഷം കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ കൊന്നതിന് ശേഷമാണ് അവർ മരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ആ കുട്ടികൾ സ്വയം ചെയ്യുന്നതല്ല. അപ്പം ഇങ്ങനെയുള്ള ഈ കുട്ടികൾ അവർക്ക് ജീവിക്കാനുള്ള ആ ഒരു കുട്ടിക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ലോകത്ത്. ഒരു കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ അത് മരിക്കുന്നവരെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ ഈ കുടുംബ വ്യവസ്ഥ വരുമ്പോൾ എന്ത് പറ്റും? ആ അവകാശം നടക്കുന്നില്ല. ആ കുട്ടികളെ അച്ഛനമ്മ ഒന്ന് എല്ലാവരും കൂടി കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അപ്പം അതാണ് കുട്ടികളുടെ അരക്ഷിതാവസ്ഥ. അടുത്ത വായിച്ചു. യുവജനങ്ങളിലെ ആത്മഹത്യകൾക്ക് ഒരു പ്രധാന കാരണം കുടുംബ ബന്ധങ്ങളാണ്. അതായത് കുടുംബ ബന്ധങ്ങൾ, ഈ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആത്മഹത്യകൾ വരുന്നുണ്ട്. ചെറുപ്പക്കാരും കുട്ടികളുടെ ആത്മഹത്യകൾ. ഈ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ടല്ല ഒരേ ഒരു കാരണമാണ് കുടുംബമാണ്. ഈ കുടുംബ വ്യവസ്ഥയാണ് ഈ ആത്മഹത്യയുടെ പ്രധാന കാരണം. അതായത് കുടുംബത്തിൽ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യണതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ചേതോവികാരം, ആത്മഹത്യയുടെ ചേതോവികാരം എന്താണ്? അതായത് ആരെങ്കിലും വേദനിപ്പിക്കുക എന്നുള്ള. അല്ലാണ്ടും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. പക്ഷേ മിക്കവാറും ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ മിക്കവാറും അവനാരെങ്കിലും അച്ഛനോ അമ്മയോ കിടന്നു, നീ പഠിച്ചില്ല, നീ അങ്ങനെ ചെയ്ത്, നീ തോറ്റുപോയി, നിനക്ക് മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിന്നീട്ട് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അവരെ പിടിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യത്തിനൊക്കെ അവനെ പിടിച്ച് വല്ലാണ്ട് ശിക്ഷിക്കുക, അടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പാരൻസിൽ നിന്ന് അവരുടെ ഈ അവരുടെ സ്നേഹപരിലാളനകളാണ് ആ കുട്ടികൾ വേണ്ടത്. അതിന് വേറെ അവനെ പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിയന്ത്രണം, അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോവും. അപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്.
ഈ ആത്മഹത്യ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയെ അവൻ്റെ അച്ഛൻ തല്ലി കഴിഞ്ഞാൽ ഇവൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അവനെ തല്ലിയുകൊണ്ട് അവനെ ആത്മഹത്യ ചെയ്തിട്ട് അവനൊന്നും കിട്ടാൻ പോകില്ല. പക്ഷേ അവനെ തല്ലിയ ആൾക്കെതിരെ വേദനിപ്പിക്കുക എന്നുള്ളത്. അവൻ തല്ലിയ ആളെ വേദനിപ്പിക്കുക. അവൻ്റെ അച്ഛനെ തല്ലിയത്. അപ്പോൾ ഇവൻ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് എന്തായാലും വേദന ഉണ്ടാവും. മകനല്ലേ, അയ്യോ കഷ്ടം, ഞാൻ അവനെ തല്ലണ്ടിയില്ലായിരുന്നു, അല്ലെ അവന് വഴക്ക് പറയേണ്ടിയില്ലായിരുന്നു എന്നുള്ളതിന് തോന്നും. അപ്പോൾ വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുട്ടി ആത്മഹത്യയുടെ ലക്ഷ്യം, ഈ പിള്ളേരുടെ ചെറുപ്പക്കാരുടെ. അപ്പോൾ അവരെ ആരെ വേദനിപ്പിക്കുക, നമ്മളെ കുട്ടികൾ തല്ലി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴക്ക് പറഞ്ഞവർ വേദനിപ്പിക്കുക എന്നുള്ള. ഇപ്പോൾ ഈ ഒരു അനാഥാലയത്തിൽ കുട്ടികൾ വളരുന്നുണ്ട്, അവരാരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ആത്മഹത്യ ചെയ്ത് അവർക്ക് ആരുടെയും ആർക്കും സങ്കടമില്ല. ഇവർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും ഒരു സങ്കടമില്ല. അവിടെ അനാഥാലയത്തിലുള്ള മറ്റു കുട്ടികൾക്കോ അല്ലെങ്കിൽ അനാഥാലയം നടത്തുന്ന ആൾക്കാർക്കോ ആർക്കും ഒരു ദുഃഖമില്ല ഇവൻ മരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അനാഥാലയങ്ങളിലൊന്നും ഈ ആത്മഹത്യകളൊന്നും നടക്കാറില്ല. അടുത്ത വശം, മനുഷ്യർ കൂടുതൽ സ്വാർത്ഥരാകുന്നു. അതായത് ഇന്നിപ്പോൾ മനുഷ്യർ വല്ലാണ്ട് സ്വാർത്ഥരാകുകയാണ്. എല്ലാ തരത്തിലും ഓരോ കുടുംബങ്ങൾ തമ്മിൽ മത്സരിക്കണം എല്ലാ തരത്തിലും. അവരിപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരെ മക്കളെ ഇപ്പോൾ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എൻജിനീയറിംഗ് കിട്ടിയാൽ പോരാ, ഏറ്റവും വലിയ IIT-യിലോ അല്ലെ NIT-യിലോ അല്ലെങ്കിൽ അതൊന്നുമില്ല സർക്കാർ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലോ കിട്ടണം. അല്ലെ MBBS ആണെങ്കിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഫൈനാൻസിൽ കിട്ടും, അതുപോരാ. ഏറ്റവും നല്ല എയിംസ് അതിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അപ്പം ഇതിനു വേണ്ടി പിള്ളേരെ ഫോഴ്സ് ചെയ്യാൻ ഈ പാവം പിള്ളേർക്ക് ഇവർക്കൊരു കാര്യത്തിനും വെറുതെ ഇരിക്കാൻ നേരമില്ല. അവരിന്ന് പഠിച്ച് ഒരു നിമിഷം അവർക്കൊന്നും തിരിയാൻ എന്തെങ്കിലും മൊബൈലിൽ അതൊരു കാര്യം കാണാനാ ഒന്നും മൊബൈലിൽ നിന്ന് അവർ വെക്കൂല. അവിടെ കൊണ്ടൊന്ന് പാരൻസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. കാരണം ഇത്തിരി നേരം അവന് ഒരു 5 മിനിറ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ 5 എന്നുള്ളത് 10 ആവും, 10 എന്നുള്ളത് അരമണിക്കൂറാവും, 1 മണിക്കൂറാവും. വേഗം പിന്നെ പുസ്തകം മടക്കി വെക്കും അവിടെ. ഇനിയിപ്പോൾ ഇന്ന് പഠിക്കണ്ട, അവനവിടെ നിന്ന് ഒരു സിനിമയും കണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കഷ്ടപ്പാട് ഈ എൻട്രൻസൊക്കെ വന്നുകൂടി കുട്ടികളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുകയും. അപ്പോൾ പാരൻസ് ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്. കാരണം പാരൻസിൻ്റെ അവരുടെ പ്രതീക്ഷകൾ മക്കളെ ഏറ്റവും നിലയിൽ എത്തിക്കുക എന്നുള്ള പാരൻസിൻ്റെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മക്കൾ കഷ്ടപ്പെടുന്നത്. അടുത്ത വായിച്ചു, മക്കൾ മൂലം ദുഃഖം. ആ ആ ആ അത് അതിന് എഴുതിയിട്ടില്ലായിരുന്നു. കുടുംബ വ്യവസ്ഥയുടെ വലിയൊരു തകരാറാണ് മക്കൾ മൂലം. അതായത് ഈ മക്കൾ മൂലമുള്ള ദുഃഖം, മക്കളില്ലെങ്കിൽ ദുഃഖമില്ല. ഇപ്പം മക്കളെല്ലാവരും നല്ല നിലയിലൊക്കെ പഠിച്ച് എന്തെങ്കിലും ഉദ്യോഗം ആയെങ്കിൽ പാരൻസിന് ദുഃഖമില്ല. ഈ മക്കൾ നമ്മൾ പിഴച്ചു പോകുമെന്ന് പറയില്ലേ. ഇന്നിപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം എന്തെല്ലാം തരത്തില് പിള്ളേർ ഡ്രഗ്സ് അടിച്ച് നല്ല പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും അവസാനം വല്ല ഡ്രഗ്സിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട് നശിച്ചതോടി. പിടിച്ച ഡ്രഗ്സ് അഡിക്ഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതുവേണ്ടി പഠിത്തവും പോയി, എല്ലാം പോയി. അപ്പം ഈ മക്കള് പാരൻസിൻ്റെ പ്രതീക്ഷക്കൊത്ത് പോയില്ലെങ്കിൽ അവരുടെ ദുഃഖമായി. വേറെ ഒരുപാട് ഈ ഡ്രഗ്സ് മാത്രമല്ല, വേറെ അവർ പഠിക്കാണ്ട് വേറെ വല്ല എന്താ പറഞ്ഞാൽ ഈ അടിപൊളി കോളേജിലെ രാഷ്ട്രീയം, കലാലയ രാഷ്ട്രീയം, അതിലൊക്കെ പെട്ട് സിദ്ധാർത്ഥിനെ കൊന്നതിന് ഒരുപാട് ജയിലിലൊക്കെ പോയി കിടക്കുന്നുണ്ട്. ഇപ്പം ജാമ്യം കിട്ടി പോകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരുപാട് കേസുകളിൽ ഈ രാഷ്ട്രീയം വഴിയാകാം, ഈ ഡ്രഗ്സ് അഡിക്ഷനാകും. പിന്നെ മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ പാരൻസിനെ അനുസരിക്കില്ല. പാരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു ഡോക്ടറുടെ മോള് ഇവിടെ എൻ്റെ അറിവിലുള്ള അയാൾ വലിയ അറിയപ്പെടുന്ന ഡോക്ടറാണ്. ഇയാള് ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് പറയാൻ പോയി, അയാൾ സമ്മതിക്കും. ഡോക്ടറുടെ മോള് ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് പറയുമ്പോൾ അയാൾ സമ്മതിക്കും. അപ്പോൾ ആ ഫാദറിൻ്റെ എന്താ പറഞ്ഞാൽ പ്രതീക്ഷകൾ പോയി.
മകൻ വേറൊരുത്തൻ്റെ ഒരു വലിയ പണക്കാരനും മകൻ പോയിട്ട് അവിടെ സെർവൻറ്റ്, അവിടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സെർവൻറ്റ് ഉണ്ടായിരുന്നു. സെർവൻറ്റിന് വേണ്ടി വന്ന് ആട് വിട്ടു മകൻ. അപ്പം ഇതൊക്കെയാണ് ഈ പാരൻസിൻ്റെ മക്കൾ മൂലമുള്ള ദുഃഖം. ഞാൻ ഇപ്പോൾ കുടുംബവ്യവസ്ഥയുടെ ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. നമസ്കാരം.